പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ യുഎസ് പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടയിലാണ് സമീപത്ത് വെടിവെപ്പുണ്ടായത്. ഫ്ലോറിഡ വെസ്റ്റ് ഫാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു വെടിവെപ്പ്. ട്രംപിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ഗോൾഫ് പാതി അടച്ചിരുന്നു. തോക്കുമായി മറിഞ്ഞിരുന്ന പ്രതിയെ സീക്രട്ട് സർവീസ് പിടികൂടുകയായിരുന്നു. വേലിക്കെട്ടിന് പുറത്തുനിന്നും പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഒന്നിലേറെ തവണ വെടിയുതിർത്തതായാണ് റിപ്പോർട്ടുകൾ. ഇതിന് മുൻപ് ഈ സംഭവം ഓർമ്മയുണ്ട് അശ്വതി? അതായത് വെടി വെച്ചു, വെടി ട്രംപിന് ചെറുതായി പരിക്കേറ്റു. ഈ ചോര ഒലിപ്പിച്ച് ട്രംപ് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഏറെ ഭയത്തോടെയാണ്. അന്ന് നമുക്കറിയാം, അന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കമായിരുന്നു. അപ്പോൾ വലിയൊരു മത്സരം അവിടെ നടക്കുന്ന സാഹചര്യമുണ്ട്. കമല ഹാരിസുമായി പല സർവേകളിലും കമല മുന്നിലാണ്, 4% മുന്നിലാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് വീണ്ടും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കൃഷ്ണേന്ദു, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ട്രംപിനെതിരെ. എന്താണ് ഇന്നലെ നടന്നത്? തീർച്ചയായും നമുക്കറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്ലോറിഡ വെസ്റ്റ് ഫാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനൊരു വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ട്രംപ് ഈ ലൊക്കേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം ഇങ്ങനൊരു ആക്രമണം നടന്നതും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നമുക്കറിയാം, യുഎസ് മുൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ഇപ്പം ഈ അടുത്തിടെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കമല ഹാരിസുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പടി പിന്നിലാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ആക്രമണം ഉണ്ടായതും സംശയാസ്പദമാണ്. മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. രഞ്ജിത്ത്, കൃഷ്ണേന്ദുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഒരുപാട് വാർത്തകൾ